അതെ, നിങ്ങൾ ചില മുതിർന്ന ആളുകൾ കൈയുടെ വിരലുകൾ കടിക്കുന്നത് കണ്ടിട്ടുണ്ടോ? ശ്രദ്ധിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലുമൊക്കെ? അപ്പോൾ ചിലരിങ്ങനെ നഖം കടിച്ചിങ്ങനെ തുപ്പുന്നതായിട്ടോ അല്ലെങ്കിൽ ചിലർ എപ്പോഴും വായിലിങ്ങനെ കയ്യിലിങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നതായിട്ടൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? എന്തുകൊണ്ടായിരിക്കും ഇത്? ഇത്രയും വളർന്നു കഴിഞ്ഞിട്ടും അവരിൽ ആ ശീലം എന്തുകൊണ്ടാണ്? അപ്പോൾ അതിനെക്കുറിച്ചാണ് ഞാനിന്ന് പറയുന്നത്. സിഗ്മണ്ട് ഫ്രോയിഡ് എന്നുള്ള പ്രശസ്തനായ മനഃശാസ്ത്രജ്ഞനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ആരാണ്? ആധുനിക മനഃശാസ്ത്രത്തിൻ്റെ പിതാവാണ് അല്ലേ? അപ്പോൾ നമ്മളുടെ മനസ്സിനെ 3 തലങ്ങളായിട്ട് വിഭജിച്ച് പഠിച്ച ഒരു വ്യക്തിയാണ് സിഗ്മണ്ട് ഫ്രോയിഡ്. ആ മനസ്സിൻ്റെ 3 തലങ്ങൾ ഏതൊക്കെയാണ്? ബോധമനസ്സ്, ഉപബോധ മനസ്സ്, അബോധ മനസ്സ്. അതിൽ സിഗ്മണ്ട് ഫ്രോയിഡ് പ്രാധാന്യം നൽകുന്ന മനസ്സെന്ന് പറയുന്നത് അബോധ മനസ്സിനാണ് പ്രാധാന്യം നൽകുന്നത്. എന്താണ്? അബോധ മനസ്സാണ് നമ്മളുടെ വ്യക്തിത്വത്തെ നിയന്ത്രിക്കുന്നത്. അപ്പോൾ ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തെ കൺട്രോൾ ചെയ്യുന്നത് ഏതാണ്? അബോധ മനസ്സാണെന്നാണ് സിഗ്മണ്ട് ഫ്രോയിഡ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഈ സിഗ്മണ്ട് ഫ്രോയിഡ് ഈ നമ്മളുടെ മനസ്സിൻ്റെ 3 തലങ്ങളെയും മഞ്ഞമലയോടാണ് തോന്നിച്ചിരിക്കുന്നത്. എന്തിനോടാണ്? മഞ്ഞമലയോട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, കൈവിരലുകൾ കടിക്കുന്ന കാര്യം പറഞ്ഞില്ലേ, അദ്ദേഹം പറയുന്നത് നമ്മൾ ശിശു ആയിരിക്കുമ്പോൾ, ഈ കുട്ടിയായിരിക്കുന്ന സമയത്ത്, അതായത് ഒരു ജനനം മുതൽ 2 വയസ്സ് വരെയുള്ള സമയത്ത് നമ്മളുടെ വായാണ് നമ്മുടെ ഇറോജിനസ് സോൺ എന്ന് പറയുന്നത്, അതായത് ഉദ്ദീപന മേഖല എന്ന് പറയുന്നത്. ഈ സമയത്ത് വായുമായി ബന്ധപ്പെട്ട പ്രവർത്തനത്തിൽ ഏർപ്പെടാനാണ് കുട്ടി കൂടുതൽ താല്പര്യം കാണിക്കുന്നത്. നമുക്കറിയാലോ, 2 വയസ്സിനകത്തുള്ള കുഞ്ഞുങ്ങളെന്ന് പറയുമ്പോൾ എന്താണ്? അവർ പാല് കുടിക്കുന്ന പരുവമാണ്. അപ്പോൾ വായുമായി ബന്ധപ്പെട്ട പ്രവൃത്തിയിലാണ് അവർ ഏർപ്പെടുന്നത്. ഇതിനൊരു മുടക്കം സംഭവിച്ചു കഴിഞ്ഞാൽ എന്തുണ്ടാകും? കുട്ടിയിൽ സ്തംഭനം ഉണ്ടാകും, ഫിക്സേഷൻ ഉണ്ടാകും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഫിക്സേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ, സ്തംഭനം സംഭവിക്കുന്ന കുട്ടികളിൽ മുതിർന്നു കഴിയുമ്പോഴും എന്തെങ്കിലും മാനസികമായിട്ടുള്ള ടെൻഷൻസ് അവർക്കുണ്ടാകുന്ന സമയത്ത് ഈ വായുമായി ബന്ധപ്പെട്ട പ്രവൃത്തിയിൽ അവർ ഏർപ്പെടും. അതുകൊണ്ടാണ് പുകവലിക്കുക, മദ്യപിക്കുക, ഈ കൈയുടെ വിരലുകൾ കടിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇവർ ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു അറിവുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു വെരി മച്ച്.